ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ ആയിട്ടിടുന്നത്. രാവിലെ ഞാൻ എണീറ്റ് വന്നിട്ട് കാപ്പിയും റസ്ക്കും ഒക്കെ കുടിക്കുകയാണ്. അനീറ്റയ്ക്ക് ഇന്ന് മുടി വെട്ടാനൊക്കെ പോകണം വടശ്ശേരിക്കരയ്ക്ക്. പിന്നെ മമ്മിക്ക് എന്താണ്ട് സാധനമൊക്കെ വാങ്ങിക്കണം. അനീറ്റയുടെ മുടി വെട്ടുന്നത് കലോത്സവത്തിന് പോയപ്പം ബസ്സിൽ കയറിയാണ് പോയത്. ബസ്സിൽ കയറി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഓട്ടോയിൽ കയറിയാണ് പോയത്. അവൾ വിൻഡോ സീറ്റിലാണ് ഇരുന്നത്. അപ്പം പൊടിയൊക്കെ അടിച്ച് മൂക്കി കയറി ആൾക്ക് പനിയും ശ്വാസം മുട്ടലും ഒക്കെയാണ്. പിന്നെ കലോത്സവത്തിന് അനീറ്റയുടെ മാർക്കല്ലേ പറഞ്ഞോളൂ, എൻ്റെ മാർക്ക് പറഞ്ഞില്ലല്ലോ. പ്രസംഗത്തിന് എനിക്ക് ബി ഗ്രേഡാണ്. LP സ്കൂളിൽ ചേർന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ആണ് കലോത്സവത്തിനൊക്കെ പോകുന്നത്. ടീച്ചർമാർക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു 1 തൊട്ട് 4 വരെയുള്ള അവിടുത്തെ പിള്ളേരെ മുഴുവനും ഈ കലോത്സവത്തിന് വിടണമെന്ന്. അങ്ങനെ ടീച്ചർ പേര് എൻ്റെ എഴുതി വിട്ടതാണ്. 2 മിനിറ്റ് ഞാൻ ടീച്ചർ എഴുതി തന്നത് മുഴുവനും പറഞ്ഞു. ഒരു വഴിക്ക് 2 സെക്കൻഡ് ഓർത്താണ് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ബി ഗ്രേഡായി പോയത്. ഞാൻ എൻ്റെ കലോത്സവത്തിൻ്റെ പിന്നെ അനീറ്റയുടെ ആക്ഷൻ സോങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇടണമെന്ന്, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഒന്ന് ഇട്ടേക്കാം. പിന്നെ ആൽബിക്ക് ടാറ്റ പോകുന്നതൊക്കെ ഇഷ്ടമാണ്. അന്നേരം ടാറ്റ എന്ന് പറയും. പിന്നെ തോടാണിത്. ഞങ്ങൾ ഇന്ന് പോയപ്പം തോട്ടിനകത്ത് ഒരു പാമ്പിനെയൊക്കെ കണ്ടു. അങ്ങനെ വടശ്ശേരിക്ക് കെട്ടി അനീറ്റയുടെ മുടിയൊക്കെ വെട്ടിയിട്ട് പിന്നെ ഒന്നും വീട്ടിലെ ചോറും സാമ്പാറും ഒക്കെ നല്ല തിന്നുന്നത്. അതുകൊണ്ട് ഇന്ന് വെറൈറ്റി ആക്കി ബിരിയാണി. എന്നും പോകുമ്പോൾ അങ്ങനെയൊന്നും മേടിക്കത്തില്ല. ചിലപ്പോൾ ഒരു വെറൈറ്റിക്ക് മാത്രം ബിരിയാണിയും അങ്ങനെയൊക്കെ മേടിക്കത്തുള്ളൂ. ആൽബിയുടെ വീഡിയോ ഒന്നും എടുത്തില്ല. അവൾ തിന്നുന്നത് വലിച്ചു വാരിയൊക്കെയാണ്, താഴെയൊക്കെ ഇട്ടുകൊണ്ടാണ്. ഞങ്ങളങ്ങനെ മുടിയും വെട്ടിയ സാധനമെല്ലാം വാങ്ങിച്ച് തിരിച്ചു വന്നു. ആൽബിയെ ഞങ്ങൾ എടുത്തോണ്ടാവുന്നത്. അവൾക്ക് നടക്കാനായതുകൊണ്ട് നടക്കണം. അതുകൊണ്ട് അവൾ നടന്നു പോവാണ്. അനീറ്റയോ അങ്ങനെ അവളെ പിടിച്ചോണ്ട് കിടന്നു. അവൾക്ക് ചെരുപ്പുണ്ട്, അത് ഷൂ ഇട്ടുകൊണ്ട് പോയാൽ അവിടെ കളഞ്ഞിട്ട് വരും. പിന്നെ നമ്മളത് എടുക്കേണ്ട വരും. അങ്ങനെ നടന്ന് അവൾ കുഴപ്പി താഴെ ഇരുന്ന്. ഞാനും മമ്മി എൻ്റെ ഇടയ്ക്കൊക്കെ അവളെ എടുത്തായിരുന്നു. അവൾക്കിങ്ങനെ നടക്കണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങ് നടക്കുവാണ്. പിന്നെ ഇച്ചിരി കഴിയുമ്പം പുളി അങ്ങ് ഇരുന്ന് പോകും. ഞാൻ മമ്മിയെ കുറേ വഴക്കൊക്കെ പറഞ്ഞു. ഞാൻ ആ സാധനം മുഴുവനും പിടിച്ചത്. അനീറ്റയും കൊണ്ട് മമ്മി ഒന്നും പിടിക്കത്തില്ല. അവളെ ശ്വാസം മുട്ടലൊക്കെ ആയതുകൊണ്ട് മമ്മി അവളെ ജോലിയൊന്നും ഒത്തിരി ചെയ്യിപ്പിക്കത്തില്ല. എന്ന് വെച്ചാൽ ഒന്നും ചെയ്യിപ്പിക്കത്തില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ആസിലിൻ്റെ കുപ്പിയില്ലേ, അതുപോലും മമ്മി പിടിപ്പിക്കത്തില്ല അവളെയും കൊണ്ട്. അവളതുകൊണ്ട് ആദ്യം കയറിപ്പോയി. ഞാൻ അങ്ങനെ മമ്മിയെ വഴക്കൊക്കെ പറഞ്ഞ്. ഞങ്ങൾ അമ്മയും മക്കളും തമ്മിൽ 3 മക്കളും തമ്മിൽ ഗുസ്തിയൊക്കെ നടക്കുന്നതാണ്. ഇച്ചിരി കഴിയുമ്പോൾ അത് അങ്ങ് സോൾവായി അങ്ങ് പോകും. പിന്നെ ഞാൻ മഴ പറഞ്ഞപ്പം പറഞ്ഞു ക്രിസ്മസൊക്കെ അടുക്കുമല്ലേ, അന്നേരം ക്രിസ്മസ് പരീക്ഷയൊക്കെ വരത്തില്ലേ. ഞാൻ പറഞ്ഞു ക്രിസ്മസ് പരീക്ഷയൊക്കെ അടുക്കുക, അന്നേരം വീട്ടിൽ ഇരുന്ന് 2 അക്ഷരം പഠിച്ചാൽ അതിനെങ്കിലും ഫസ്റ്റെങ്കിലും കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചുമ്മാ അങ്ങ് പറയുക. മമ്മി അതൊക്കെ കേട്ട് ചിരിച്ചു. മമ്മി തല തള്ളി ചിരിക്കുകയാണ് എൻ്റെ വർത്തമാനമൊക്കെ കേട്ടാൽ. എല്ലാവരും അങ്ങനെ എൻ്റെ വർത്തമാനമൊക്കെ കേട്ടാൽ എല്ലാവർക്കും ചിരിയൊക്കെ വരും. അങ്ങനെ ഞാൻ വർത്തമാനമൊക്കെ പറയുന്നത്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ഷെയറൊന്നും ചെയ്യാതെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എങ്ങനെയാണ് ഷെയറായി പോകുന്നത്. അന്നേരം പോയപ്പോൾ വടശ്ശേരിക്കരയ്ക്ക് പോയപ്പം 2 മാങ്ങയൊക്കെ വാങ്ങിച്ചായിരുന്നു.
അത് അനീറ്റയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഉപ്പും മുളകും ഇട്ട് തിന്നണമെന്ന്. പിന്നെ പോയപ്പം ചിക്കൻ മേടിച്ചായിരുന്നു. ചിക്കൻ കറിയൊക്കെ അത് വെച്ചു. അതിൻ്റെ ഇടയ്ക്കൂടെ മമ്മി ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ചിക്കൻ കറിയൊക്കെ വെച്ചു. നിങ്ങൾക്കറിയത്തില്ല ചിക്കൻ കറി വെക്കുന്നത്. ചിക്കൻ്റെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിച്ചുകൊണ്ട് വന്നു, മമ്മി ചിക്കൻ കറി റെഡി ആയോന്ന്. പിന്നെ ചോറും ബീട്രൂട്ട് തോരനും ചിക്കൻ കറിയും കൂടെ കഴിച്ചു. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. ടാറ്റാ.